ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാൻ എന്താ മാറ്റി പിടിച്ച് ഇങ്ങനെ ഇൻട്രോ എടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ വലിയ ഇതിലൊന്നല്ലല്ലോ ഞാൻ ഇൻട്രോ എടുക്കുക. അപ്പം ഇപ്പം സമയം 5 മണിയാവാൻ പോകുന്നു. ഞങ്ങൾ വെക്കേഷന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന സ്ഥലം ഞാൻ വഴിയെ പറയാം. പിന്നെ ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം കുറച്ച് എന്താ പറയുക, പിന്നെ ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം ഇത് പുതിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, സൂപ്പറാണ് ഗൈസ്. കണ്ടോ, ഇതുണ്ടോ ഈ ഇങ്ങനെ വരുന്നതൊക്കെ ഇവിടെ കെട്ടൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വരുന്നതൊക്കെയാണ്. ഞാൻ ഫുള്ളായിട്ട് പിന്നെ കരുതരാം. അപ്പം രാത്രിയാണ്, പുലർച്ചെയാണ് ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം, നമുക്ക് നോക്കാം ഓരെന്താ ചെയ്യണേന്ന്. ഇവിടെ കണ്ടിട്ട് ആരും നെട്ടണ്ട. അപ്പം ഇപ്പം ഇതാ ഇവിടെ എല്ലാവരും ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അല്ല, കുറച്ചെങ്കിൽ ഇറങ്ങും. അച്ഛൻ അവിടെ ഉണ്ട്, അമ്മ അകത്തുണ്ട്, അമ്മമ്മ, അമ്മ, അച്ഛൻ, ഞാനാണ് പോണേ. അപ്പം ഏട്ടനൊന്നും വരുന്നില്ല. ഇമ്പളവിടെ എൻ്റെ ഏച്ചി ഉണ്ടല്ലോ, സനു ഏച്ചിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ നാളെ വരും. അങ്ങനെയാണ് നമ്മൾ ട്രിപ്പ്. എൻ്റെ അമ്മേൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ് നമ്മൾ പോകണേ. ഇനി നമുക്ക് അച്ഛൻ്റെ ഫാമിലീൻ്റെ കൂടെ പോകണ്ടേ, വേണം. അപ്പോൾ അതന്നെ കുറച്ച് എക്സൈറ്റഡ് ആണ്, എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ. ഏതാണ് സ്ഥലം എന്ന് വേണമെങ്കിൽ എൻ്റെ വായിന്ന് വീണ് പോകാം. എന്തായാലും പറയാം, എവിടെയാണ് സ്ഥലം എന്ന് പറയാം. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ. അമ്മമ്മ മാറ്റി കഴിഞ്ഞോ? പോണ്ടേ? അമ്മ പോവാ. അമ്മക്ക് പെട്ടെന്ന് മാറ്റുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി ടൂറായിട്ട് എല്ലാവരും കൂടെ പോയിട്ട് വരാം. അപ്പോൾ ഇതാ ആളും മനുഷ്യനും ഇല്ലാത്ത റോട്ടിൽ കൂടെ ഞങ്ങൾ 4 പേരും കൂടെ പോവാണ്. അപ്പുറത്ത് കൂടെ ഒക്കെ വണ്ടി ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഹെഡ്സെറ്റ് കാല് നടക്കുമ്പോൾ കടലിൽ കൂടെ എന്തോ ബുദ്ധിമുട്ട്. ഞങ്ങൾ വണ്ടി കയറി. അതിനുശേഷം വണ്ടി കയറിയിട്ട് നല്ലൊരു ഉറക്കം പാസ്സാക്കി. ഇപ്പം എനിക്ക് ഇങ്ങനെ വണ്ടി കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തിരിക്കാനൊന്നും പറ്റില്ല. ഇടയ്ക്കുമ്പോൾ ഞാൻ വേഗം ഉറങ്ങുന്ന ആളാണ്. പിന്നെ നമ്മളിത് നമ്മുടെ എന്താ പറയുക, അവിടെ പാട്ട് വെച്ചുകൊണ്ട് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ചുരം കയറി പകുതി ആയിട്ടുണ്ടായിരുന്നു ചുരം കയറിയിട്ട്. അത് ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴാണ് കാണുന്നത്. പിന്നെ അപ്പം ഞാൻ നോക്കുമ്പോൾ അമ്മ ഡാൻസ് കളിക്കുകയാണ്. ഞാൻ അതിന് മുന്നേ എടുത്തതാണ്. ഞങ്ങൾ കയറിയ പാടാം കേട്ടോ. ഇനിയും ആൾ വരാണ്ട്, സോണിയാൻ്റിയൊക്കെ വരാണ്ടായിരുന്നു, എൻ്റെ ആൻറ്റിയാണ്. അതിന് ശേഷം ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും നമ്മൾ വയനാട്ടിലെത്തി. അപ്പോഴും എൻ്റെ അമ്മ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് നിങ്ങൾ ഇപ്പം കാണുന്നത്. കണ്ടില്ലേ, വെളിച്ചമൊക്കെ വന്നത് കാണാമല്ലോ. അമ്മേൻ്റെ ചെവിയിൽ പനിയാണ് കേട്ടോ ഉള്ളത്. അമ്മയ്ക്ക് ഇങ്ങനെ കാറ്റ് കയറുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ചെവിയിലേക്ക് കാറ്റടിച്ചിട്ട് വയ്യാതാവും, അതുകൊണ്ടാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര വൈബിലാണ്. നമ്മൾ ഭയങ്കര വൈബ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പോയിട്ടുണ്ടായി അച്ഛനും അമ്മയും ഒക്കെ ഡാൻസ് കളിക്കായിരുന്നു. അതിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തുള്ളി. ആ തുള്ളലിൽ എനിക്ക് രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഗ്യാസ് കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചായ കുടിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഛർദ്ദിച്ചു, കാരണം ഗ്യാസ് കയറിയതായിരുന്നു. പിന്നെ ഇപ്പോഴൊന്നല്ല കേട്ടോ, ഫുഡ് കഴിക്കുന്നതിന് മുന്നേ. ഇപ്പോഴൊന്നും നമ്മൾ വണ്ടി നിർത്തിയിട്ടില്ല. അച്ഛനും അമ്മയൊക്കെ തകർത്തുകൊണ്ട് നിൽക്കുകയാണ് ഡാൻസ് കളിച്ചിട്ട്. എല്ലാവരും നല്ല വൈബിൽ അടിച്ച് പൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാനും തുള്ളാൻ തുടങ്ങി, എല്ലാവരും ഒരുമിച്ച് തുള്ളാൻ തുടങ്ങി. നമ്മൾ ഒരു ദിവസത്തെ സ്റ്റേ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വയനാട്ടിലാണ് ഇത് സ്ഥലം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് ഇതിൽ ഞാൻ പറഞ്ഞത് കാണുന്നില്ല, ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും. അതിന് ശേഷം അണ്ടാശ്ശേരികൾ അക്ഷരം പറയും. ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. അയ്യോ, അതാ
നമ്മൾ ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി. എൻ്റെ മുന്നിൽ 2 ആൾക്കാരുണ്ട്, ഞാൻ കാട്ടിത്തരാം. അച്ഛന് ഇടയ്ക്കിടയ്ക്ക് കാട്ടും, പക്ഷെ അച്ഛന് ഭയങ്കര കുറവ്. ആമിക്കുട്ടി ഇങ്ങടാ ഹായ് പറയ്, യൂട്യൂബില് ഹായ് പറയ്, ഹായ് പറയ്, ഹായ്. ഞാൻ ആ 2 ഹായ് പറയാ പറഞ്ഞിനി, അതാണ് പറഞ്ഞേ. ഞാൻ ഹായ് പറയാനാ പറഞ്ഞേ. ഹായ്. ഇവിടെ പുട്ടും കടലക്കറി എത്തി, അവർക്ക് ഫുഡ് എത്തിയില്ല. ഇവിടെ നിയറസ്റ്റ് എന്താക്കും പിന്നെ ചൂരൽമലയിൽ പറയ് വേണ്ട മോളെ. നമ്മൾ ചൂരൽമലയിലെത്തി. ചൂരൽമല ആണ് ഇത്. കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടല്ലോ. എനിക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല. അവിടെയാണ്. ആണ് കേട്ടോ, നമ്മൾ TV-യിൽ കണ്ടതാണ് ഇതൊക്കെ. ഞാൻ ഇറങ്ങുമ്പോൾ പറഞ്ഞിനി ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, പിന്നെ പറയാം. പക്ഷെ ഞാൻ കുറേ വട്ടം പറഞ്ഞു വേണ്ട, നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ വയനാട്ടില ചൂരൽമല ഇപ്പൊ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവില്ല. പിന്നല്ലേ ഗൈസ്, ഭാവിയിലെ വക്കീലാട്ടോ എൻ്റെ കൂടെ ഉള്ള. എന്തോ ആവുന്ന അയ്യോ, ഇവിടേക്ക് സ്കൂൾ ഇതാണ്. അവിടുത്തെ സ്കൂള് എന്താ റെഡ്. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വന്ന, പക്ഷെ ഒരാൾക്ക് 300 റുപ്യ, ഒരാൾക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ 20. കണ്ടല്ലോ ഗൈസ്, ഒരാൾക്ക് 300 രൂപ ആയതുകൊണ്ട് നമ്മൾ അവിടെ കയറി ഗ്ലാസ് ബ്രിഡ്ജില്ലേ. ഞങ്ങൾ 16 or 20 ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയില്ല. കാരണം ഒരാൾക്ക് 300 രൂപ ആയതുകൊണ്ടാണ്. വെറുതെ അല്ലേ അത്ര പൈസ ചെയ്യുന്നത്. ഇതല്ല പോയത്, ചൂരൽമല കാണാനാണ് പോയത്. പക്ഷെ അവിടെയും കയറാന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അത് വേണ്ട വെച്ച് വേറെ സ്ഥലത്ത് പോവാം അല്ലേ. ഇവിടൊക്കെ കണ്ടിട്ട് സങ്കടമായി. കുറേ വീട് അങ്ങനെ തന്നെ ഉള്ളതുണ്ട് കേട്ടോ, അടിഭാഗം പോയിട്ട് മോൾ ഭാഗം പോയിട്ടൊക്കെ. എന്തായാലേ കാരാപ്പുഴ ഡാം കാണാൻ പോവാണ്. ഇവിടെ സൗണ്ട് കേക്ക് ഉണ്ടാക്കി അറിയില്ല. ഞങ്ങൾ കാരാപ്പുഴ ഡാം കാണാൻ പോണേ. അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാ. നല്ല കോലുണ്ട് ഇപ്പൊ. ഞങ്ങളിങ്ങനെ നടക്കാണ്. കുറെ ഉറങ്ങിട്ടോ ഞാൻ കുറേ നേരം ഇങ്ങനെ ഉറങ്ങി. അപ്പോൾ ഇവിടെ പോയപ്പോഴും അവിടെ ഞങ്ങൾക്ക് പാട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിന് ശേഷം ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു. മരത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എല്ലാവരും ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, അങ്ങനെ എല്ലാം ചെയ്തു. അതിന് ശേഷം പറയുകയാണെങ്കിൽ അവിടെ തന്നെയായിരുന്നു. അവിടെ കുറച്ച് അധികം കാണാനായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് അവിടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ കുട്ടികൾ കളിക്കാനായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. വിസ്മയൻ്റെ ഒക്കെ ഏകദേശം മാതിരി. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ അറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. നല്ല രസമാണ് അവിടെ, കളിക്കാൻ മാത്രമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാനും ചേച്ചിയും കൂടെ നടക്കുകയാണ്. എനിക്ക് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ട് ചേച്ചി. അതിനുശേഷം ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അവിടെ കുറേ സംഭവങ്ങളുണ്ട്, അതിലൊന്നും ഞാൻ കയറുന്നില്ല. കാരണം വിസ്മയം കയറിയിട്ട് എനിക്ക് തല കറങ്ങിയ ആളാണ് ഞാൻ. അതിനോട് എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല രസമില്ല, അതാണ് ഞാൻ കാട്ടി കൊടുക്കുന്നത്. നല്ല രസമല്ലേ ചേച്ചി ചോദിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ച വീഡിയോ എൻ്റെ ഫോണിലാണുള്ളത്. ഞാൻ ഇതിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് മറന്നു. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓർക്കണേ. അപ്പം ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബിരിയാണി കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തി ഗായ്സ്. അങ്ങനെ കുറച്ച് നടുക്ക് നിവർന്ന് ഇരിക്കാൻ വേണ്ടി എത്തിയതാണെങ്കിലും അവിടെ എത്തിയതിന് ശേഷം ചാടലും മോഡലും തന്നെയായിരുന്നു. ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നിട്ടില്ല. ഫുൾ റീൽസ് എടുക്കൽ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. അപ്പം എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്, ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം. റിസോർട്ടിലെത്തി
പാവ കിടന്നുറങ്ങാനുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ പറയാം. ഗെയിൽസ് ഇട്ടോണ്ട് നോക്കാം. നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് ഇതിലെങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. എവിടെയാ പൂളെന്നൊക്കെ നോക്കണം. അയ്യോ ഞാൻ കുടുങ്ങി. എൻ്റെ ഹീല് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. അല്ല അത് പൂള എടുക്കുക. ഇത് ഇവിടെ വെക്കട്ടെ. പൂള് അതിലേക്ക് അപ്പുറത്തേക്കും അല്ലേ? അതിലേ പോയിട്ട് അവിടെ. ഓ ചെറുതുണ്ട് വലുതുണ്ട്. നിങ്ങൾ ചെറുതിലാണേ. രസമുണ്ട്. ചെമ്പൊക്കെ മാത്രമായിട്ട് വേണേ ഇനി ഇവിടെ ഇരിക്കാട്ടോ ഗൈസ്. ഞങ്ങളിങ്ങനെ പോയി നോക്കാൻ വേണ്ടി വന്ന ആമിക്കുട്ടിക്കൊക്കെ കളിക്കാൻ പറ്റിയ സാധനങ്ങളും വെയിൽ താന്നിട്ട് വേണ്ട. അത് 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 അച്ഛ ചെമ്പലുണ്ടാകും. അത് എന്നെ വിളിക്കട്ടല്ലോ. ഈ മുമ്പൊക്കെ റൂമ്പൊക്കെ നിലത്തായാലും പോലെ അല്ലേ അച്ഛേ? ഒരക്കകത്ത് കയറി ഞങ്ങൾ മാത്രം. ഇത് നമ്മളെ ഹാളാണ് ഗൈസ്. ഇത് നമ്മളെ റൂമാണ്. അവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇവിടെയും റൂമാണ്. ഇവിടെയും ഉണ്ട് ബാത്റൂം. പിന്നെ ഇവിടെ കിച്ചൺ ഉണ്ട്. ചെറുതാട്ടോ. ഞങ്ങൾക്ക് ഇത് മതി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എടുത്തത്. ഞങ്ങൾക്ക് ഇത് മതി. ഗൈസ് ഇവർ റീൽസ് എടുക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഗൈസ്. പ്രിപ്പറേഷൻ. ഇപ്പൊ മഴ പെയ്യാൻ അയച്ചില്ലേ? അപ്പൊ ഞങ്ങളിതാ അങ്ങനെ 4 അപ്പൊ ഞങ്ങളിപ്പോ മഴ പെയ്യാനൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് റീൽസ് എടുക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോ എടുക്കാനായിട്ട് പോവാ. ബ്ലഷ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ. ഓ എക്സൈറ്റഡ്. അമ്മമ്മനെ ചെരുപ്പിടാൻ പറയാ. ഇതിലേ അല്ല അതിലിറങ്ങാൻ വേണമെങ്കിൽ ഇമ്പിള് പോവാട് ഗൈസ്. സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാനായി. നമുക്ക് പോകാം 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 പോകാം. കണ്ണാട്ടാ റീല് റീല് എടുത്തരണേ. ചാടിയത് അത് ചാടിക്കോ. 3 ഞങ്ങളിപ്പോ പൂളിലാണ്. ഓ ഗായ്സ് ഇവിടെ എറിഞ്ഞു മറിക്കും. എന്റെ കാല് കോടുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാൻ നല്ല ആഗ്രഹം. ഇതെങ്ങനെ ഇപ്പൊ മാറ്റാ? വെള്ളത്തിൽ ഇറങ്ങുമ്പോ എന്ത് പറ്റി? ഞങ്ങളെല്ലാം ചായ കുടിക്കുകയാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ വലിയതാണ്. ചായ പഴംപൊരി ഉള്ളിവടയും ഒക്കെ ഉണ്ട്. പിന്നെ പല കാര്യങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നതും ഉണ്ട്.
അവിടെ ഞങ്ങൾ ഡ്രസ്സ് ആറിയിട്ടുണ്ട്. അതാണ് കേട്ടോ നന്ന ഡ്രസ്സൊക്കെ. സ്വിമ്മിംഗ് പൂളിൽ അടിച്ച് പൊളിച്ചതിന് ശേഷം അവിടെ സ്പീക്കർ വെച്ച് ഒരു ഡാൻസ് കളിക്കുകയാണ്. അവിടെയും പാട്ടാണ്. ഈ ടൂറിൽ ഫുള്ളും പാട്ടാണ്. വണ്ടിയിലും പാട്ട്, പുറത്തിറങ്ങിയപ്പോഴും പാട്ട്, ഹോട്ടലിലും പാട്ട്, പുറത്തിറങ്ങിയിട്ടും പാട്ട്, റിസോർട്ടിലെത്തിയിട്ടും പാട്ട്, എല്ലായിടത്തും പാട്ടാണ് ഗൈസ്. അതിനോട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അച്ഛൻ്റെ അമ്മേൻ്റെ വക ഡാൻസായി. ഇത് ഇവർ പഠിച്ച് വെച്ചതൊന്നുമല്ല കേട്ടോ. കളി കണ്ട ഞാനവരെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അയ്യോ ഇവർ പഠിച്ച് വെച്ചതാണ്. ചില സ്റ്റെപ്പ് കേട്ടോ, ഈ സ്റ്റെപ്പാണ് തോന്നുന്നത് ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയെ. ഇത് പഠിച്ച് വെച്ചതല്ല സംഭവം, ഒരു അപ്പട്ട് കൈ നിട്ടതാണെന്നാണ് എൻ്റെ ഊഹം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തു ഗൈസ്. അപ്പം ഞങ്ങളിപ്പോൾ കുറേ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞ് അതൊക്കെ നിങ്ങൾ കണ്ട് കാണും. ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ അത് എന്തായാലും ഇട്ടിട്ട് അത് എടുക്കലും ഇടലും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതൊക്കെ എടുത്ത് അതിനോട് തന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സ് മാറ്റി പിന്നെ ചായ കുടിച്ച ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ റീൽസ് എടുക്കുന്ന തിരക്കില്ല. ഇനി ഇത്ര നേരം റീൽസ് എടുക്കുക. ഇനി പിന്നെ അവിടെ ഗ്രില്ല് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ചിക്കൻ. ഇനി അത് ഞെണ്ണണം. അത് കഴിഞ്ഞ് വീണ്ടും ഞെണ്ണണം. പിന്നെ വെള്ളത്തിലിറങ്ങുമോ അറിയില്ല. ഇനി വെള്ളത്തിലിറങ്ങുമോ? ഞാൻ വെള്ളത്തിൽ ഇറങ്ങൂല. എനിക്കാണ് കാല് കോടുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ വെള്ളത്തിലിറങ്ങി. ഇനി നമുക്ക് നാളെ രാവിലെ ഇറങ്ങാം. അപ്പം ഇവിടെ ഇപ്പം എൻ്റെ കൂടെ കണ്ണേട്ടനുണ്ട്, അച്ഛ ചേച്ചി ഉണ്ട്. മടിയാതെ കണ്ണേട്ടൻ മടിയൊന്നുമില്ല. കണ്ണേട്ടനെന്ത് മടി? അച്ഛ ചേച്ചിക്ക് മടി. ഓ നല്ല കൈകൊണ്ട് കട്ടില്ല. അങ്ങനെ ചിക്കൻ റെഡിയായി. ബാക്കിയുള്ള ചിക്കൻ കൊണ്ട് ഇനിയും ചിക്കൻ റെഡി ആവാനുണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് ഒരു പീസൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ചൂടുണ്ട് കേട്ടോ കൊണ്ടുപോകാം. അമ്മ പറഞ്ഞു പ്ലേറ്റ് എടുത്തോ. ഞാൻ പറഞ്ഞു വേണ്ട, കയ്യിൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞിട്ട് ഊതി ഞാൻ തണുപ്പിച്ച് അത് കഴിച്ചു. അതിന് ശേഷം കുറേ റീൽസ് എടുക്കാണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേ ഫുഡ് കഴിക്കാൻ നേരമായി. ഇവിടെ ഫുഡ് കഴിച്ച് ഫുഡ് ഇത്തിരി ബാക്കിയായി. വേറൊന്നല്ല. കണ്ടോ ഇപ്പൊ ആരുണ്ട് പല്ല് വെച്ചത്? പല്ല് വെച്ച് ഒരാളുടെ വ്യക്തി മാത്രമേ ഉള്ളൂ പല്ല് വെച്ച. അല്ല, ഈ ഫുഡ് ബാക്കിയായതിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇവിടെ. പൊറാട്ടയും ചപ്പാത്തിയും കൊറേ ഉണ്ടായിരുന്നു തിന്നു. അപ്പൊ എല്ലാവർക്കും ഞാൻ ജിമ്മിൽ പോയിണ്ടെങ്കിൽ അതിനുത്തരം കൊടുക്ക് മതി. വേ ടൈം നിർത്തിയാലോ? ഓഹോ കാട്ട്. പേരിന്റെ അർത്ഥം കാണിച്ചോ? താടിയോ? ഐസ് മണം. പണ്ടത്തെയാണോ പുതിയ ഇപ്പൊ ഉള്ളതാണോ? പണ്ടത്തെയാണോ? ഇപ്പത്തെയാണോ പണ്ടത്തെയാണോ? പൂ വെച്ചിട്ടല്ല പാട്ട്. അല്ല സോറി, സിനിമ പൂകാലമരമായി. ഒറ്റ വീടുള്ളൂ. പൂവാണോ ഫസ്റ്റില്? ഒരു പൂവാണ് പറയുന്നത്. ശരി. ഒരു പൂവിന്റെ പേരാണോ? സിനിമയുടെ വെഡിങ് ആനിവേഴ്സറി ചേച്ചിയുടെ മാമൻ്റെ സർപ്രൈസ് ഇട്ടിട്ട്. അയ്യോ ഇതെന്താ? ആരും എനിക്കുന്നില്ല. എല്ലാവരും വാതിലടയ്ക്കുന്നു. നിങ്ങൾ അച്ഛനെ വിളിച്ചോളി. മെല്ലെ പറയാ മെല്ലെ. ഹലോ
ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വായരി മുറിക്ക. നിങ്ങൾ ഇങ്ങോട്ടാ, ഇങ്ങോട്ട് വരി. ഇതാ അയ്യോ, അയ്യോ കണ്ണേട്ടൻ എന്നോടില്ലേ ഉറങ്ങരുത് ഭീഷണിപ്പെടുത്തി പോയവരൊക്കെ ഉറങ്ങും. ഭാവിയിൽ ഇങ്ങനെ കണ്ണാട്ടം എങ്ങനെ ഏച്ചിണ്ടാവണം. അങ്ങനെ ഞാനും എന്താണ് സോനിയാനി മാത്രം ഉറങ്ങാതെ തന്നെ. ഉറങ്ങി ഉറങ്ങി ഉറങ്ങൂല പറഞ്ഞിട്ട് ഉറങ്ങിയാണ്. നാപ്പതാമത്തെയാ എത്രാമത്തെയാ? 40. ആ അടിപൊളി. അവിടെ കരിയുണ്ട് കേട്ടോ. എന്റെ മോളെ അത്